ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ആദ്യമേ തന്നെ വളരെ ഖേദപൂർവ്വം തന്നെ പറയട്ടെ, ഞാൻ ഇനി പറയാൻ പോകുന്ന വിഷയം ഒട്ടുമിക്ക ആളുകൾക്കും അത് താല്പര്യമില്ലാത്തതാണ്. ഇപ്പോൾ ഒരു ലൈസൻസ് കിട്ടുന്ന ആളെ വീണ്ടും നമ്മൾ വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കേണ്ടത് എങ്ങനെയെന്ന് അതിന് പ്രത്യേകം ക്ലാസ് നൽകേണ്ടി വരുന്നത് അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. നമ്മുടെ റോഡ് ഉപയോക്താക്കൾ, അത് വാഹനം ഓടിക്കുന്നവരായാലും റോഡിൽ കൂടി നടക്കുന്നവരായാലും, അവർക്ക് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ വളരെ തെളിഞ്ഞു കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഓരോ വീട്ടിൽ നിന്നും വാഹനങ്ങളിൽ കയറി കുടുംബാംഗങ്ങളോട് സന്തോഷപൂർവ്വം ടാറ്റ പറഞ്ഞു പോകുന്ന 12 പേരെങ്കിലും ഒരിക്കലും ആ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നില്ല. 50ഓളം ആളുകൾ പിന്നീട് അവരെ കാണുന്നത് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഈ കൈയും കാലും ഒടിഞ്ഞ് ബാൻഡേജ് എല്ലാം ഇട്ട് വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ റോഡ് സംസ്കാരത്തിൻ്റെ കുറവ് തന്നെയാണ്. കാൽനട യാത്രക്കാരാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ എങ്ങനെയാണ് റോഡിൻ്റെ അരികിൽ കൂടി സഞ്ചരിക്കേണ്ടത്, എങ്ങനെയാണ് റോഡ് മുറിച്ച് കടക്കേണ്ടത്? ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ചില അപകട മരണങ്ങളെല്ലാം നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ആഘോഷപൂർവ്വം 4-5 ദിവസം ചർച്ച ചെയ്യും. നമ്മുടെ ഗതാഗത വകുപ്പിലെ ഉന്നതരെല്ലാം പ്രസ്താവനകളെല്ലാം നടത്തും. ഇപ്പോൾ തന്നെ ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ ഈ അപകടങ്ങളുടെ ആ ഓർമ്മ അത് മായുമ്പോൾ ഇതെല്ലാം, ഈ പരിഹാര മാർഗങ്ങളെല്ലാം അത് വെറും വാക്കുകളിലും അത് പേപ്പറുകളിലുമായിട്ട് ഒതുങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവൻ്റെ സുരക്ഷ, അതിനൊരു പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളുടെ ഈ സർക്കാർ സംവിധാനങ്ങൾ നിങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഇവിടെ ചിയ്യാരത്ത് 2 അമ്മച്ചിമാർ, 72ഉം 73ഉം വയസ്സുള്ള ബന്ധുക്കളായിട്ടുള്ള 2 അമ്മച്ചിമാർ കഴിഞ്ഞ ദിവസം ഈ റോഡ് അപകടത്തിൽ മരണപ്പെട്ട, ദാരുണമായിട്ട് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സ്വിഫ്റ്റ് ബസ്സാണ് അവരെ ഇടിച്ചത്. ഒരു സ്വിഫ്റ്റ് ബസ് പെട്ടെന്ന് ഈ ബസ്സിന്റെ മുന്നിലേക്ക് ക്രോസ് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിരപരാധിയായിട്ടുള്ള ഡ്രൈവർ ഇപ്പോൾ ഈ 2 പേരുടെയും മരണത്തിന് ഉത്തരവാദിയായിട്ട് അയാൾക്കെതിരെ കേസ് നടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഒരു റോഡിൻ്റെ അരികിൽ കൂടി നടക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? അത് എന്തുകൊണ്ടാണ് റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് ഇരുവശങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ച് അത് റോഡ് മുറിച്ച് കടക്കണമെന്ന് എത്ര പേരത് ശ്രദ്ധിക്കാറുണ്ട്? എപ്പോഴും നമ്മുടെ ധൃതി, നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ പെട്ടെന്ന് തന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് റോഡ് മുറിച്ച് കടക്കുക, പുറകിൽ കൂടി വരുന്ന വാഹനങ്ങൾ ഉണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ച് കടക്കുക. ഈ രീതിയിലെല്ലാം വളരെ അപ്രതീക്ഷിതമായിട്ട് റോഡ് മുറിച്ച് കടക്കുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടില്ല. കാരണം ഇപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം അത് 1 സെക്കൻഡിൽ 16.66 മീറ്റർ സഞ്ചരിച്ചിരിക്കും. നിങ്ങൾ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് അവർക്ക് ഒരു കാരണവശാലും സുരക്ഷിതമായിട്ട് ആ വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല. 3 ചെറുപ്പക്കാരുടെ ദാരുണ അന്ത്യത്തിനിടയാക്കിയ ഒരു മോട്ടോർ സൈക്കിൾ ദുരന്തം. മോട്ടോർ സൈക്കിളിൽ ഈ 3 ചെറുപ്പക്കാരും അവർ ഉറ്റ സുഹൃത്തുക്കളാണ്, ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അവർ ചായ കുടിച്ച് മടങ്ങുന്നതിനിടെ അമിത വേഗതയിൽ ഒരു പനയിലിടിച്ച് റോഡിലേക്ക് വീണ് 3 പേരും മരണപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് ഈ ലൈസൻസ് എടുത്ത് ഈ റോഡിൽ വാഹനം ഓടിക്കുന്ന ആളുകളും ഈ റോഡിൽ കൂടി നടക്കുന്ന കാൽനട യാത്രക്കാരും ഇവരെല്ലാം ധരിച്ചിരിക്കുന്നത് ഇവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇവരുടെ ഈ റോഡ് ഉപയോഗം എന്ന് പറയുന്നത്. ഇവിടെ ഈ മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ 3 പേര് യാത്ര ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ വിദ്യാലയങ്ങളിലും അതുപോലെ കോളേജുകളിലൊക്കെ പോകുന്ന ഈ കുട്ടികളാണ്. ചിലപ്പോഴൊക്കെ ലൈസൻസ് പോലും ഇല്ലാത്ത ആളുകളാണ് ഈ വാഹനങ്ങളെല്ലാം ഓടിക്കുന്നത്. ഇങ്ങനെ 3 പേര് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളിൽ കുറഞ്ഞത് 2 പേരെങ്കിലും മരണപ്പെടാത്ത ആ സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇതിന് മുഖ്യമായിട്ടും ഇതിന് കാരണമായിട്ട് വരുന്നത് ഇപ്പോൾ 3 പേര് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊലീഷൻ. അപ്പോൾ ഇവർ 3 പേരും മുന്നോട്ടായുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുടെ തലയുടെ പുറകുവശം ആ ഭാഗത്തേക്ക് ഇതിൻ്റെ നടുക്കിരിക്കുന്ന ആളുടെ മുഖം വന്നിടിക്കുകയും അയാൾക്ക് മാരകമായിട്ടുള്ള പരിക്ക് പറ്റും. നടുക്കിരിക്കുന്ന ആളുടെ തലയ്ക്ക് പുറകിലേക്കാണ് പുറകിലിരിക്കുന്ന ആളുടെ മുഖം വന്നിടിക്കുന്നത്. അപ്പോൾ ഈ നടുക്കിരിക്കുന്ന ആളുടെ മുഖവും തലയുടെ പുറകു ഭാഗവും വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റുകയും അയാളുടെ അവസ്ഥ വളരെ മാരകമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. പുറകിലിരിക്കുന്ന ആൾക്കാണെങ്കിൽ ആ മുഖത്തിന് വരുന്ന പരിക്ക്, ഈ അപകടത്തെ തുടർന്ന് ഈ വാഹനം നിയന്ത്രണം വിടും. അത് ചിലപ്പോൾ വീണ്ടും അവിടെ നിന്ന് തെന്നി മാറി പല സ്ഥലത്തും ഇടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഈ സമയത്ത് ഇതിൽ നിന്ന് ഈ 3 പേരും തെറിച്ച് താഴെ വീഴുകയും ഏതെങ്കിലും വാഹനം പുറകെ വന്നു കഴിഞ്ഞാൽ ഈ തെറിച്ച് വീണ ഇവരുടെ മേലെ കൂടി ഈ വാഹനം കയറി പോകാനായിട്ടുള്ള സാധ്യത അത്. കൂടാതെ ഈ 3 പേര് സഞ്ചരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ.
അവിടെ ഒന്നും ഈ 3 പേരും ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടാകില്ല. ഇവിടെ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 കിലോമീറ്റർ സ്പീഡിനുള്ളിൽ ഹെൽമറ്റ് എല്ലാം ധരിച്ചുകൊണ്ട് അതിൽ 2 പേര് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം നിയന്ത്രണ വിധേയമായി നമുക്ക് ഓടിക്കാനായിട്ട് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കും. എന്നാൽ പോലും പുറകിൽ ഒരാളിരുന്നു കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അംഗവിക്ഷേപങ്ങളോ ആക്രോശങ്ങളോ ചാഞ്ഞും ചരിഞ്ഞും എല്ലാം ആ വാഹനത്തിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ വാഹനം നിയന്ത്രണം വിടും. ഈ സാഹചര്യത്തിലാണ് 3 പേര് ഈ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ആക്രോശങ്ങൾ ഉയർത്തുകയോ അല്ലെങ്കിൽ അമിത വേഗത എടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാലൻസ് നഷ്ടപ്പെട്ടാൽ ഈ വാഹനം നിയന്ത്രണം വിടുകയും എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 പേർക്കും വളരെ മാരകമായിട്ടുള്ള പരിക്ക് പറ്റും. ഇപ്പം ഇവിടെ തന്നെ നോക്കൂ, 3 പേരും ഒരു മരത്തിലേക്ക് ചെന്നിടിക്കുന്നു, 3 പേരും റോഡിൽ വീണ് മരണപ്പെടുന്നു. മറ്റൊരു വാഹനം കയറി ഇറങ്ങിയതായിട്ട് പറയപ്പെടുന്നില്ല. നമ്മളിന്നിപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം ഉണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അതൊരു വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും റോഡ് സുരക്ഷാ അവബോധ ക്ലാസ്സുകൾ അത് സംഘടിപ്പിക്കണം. നമ്മൾ ഡാൻസും കൂത്തും മറ്റും കലാപരിപാടികളും എല്ലാം നടത്തുമ്പോൾ അതിൽ ഒരു അരമണിക്കൂർ ഈ റോഡ് സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ റോഡ് സംസ്കാരം എങ്ങനെ വികസിപ്പിക്കാം, ഈ അപകട മരണങ്ങൾ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ അറിവുകൾ നേടാനായിട്ട് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അവർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഈ റോഡ് അപകട മരണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ദാരുണമായിട്ടുള്ള ഈ അപകടങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ കഴിയും എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ. നമുക്കൊരു റോഡ് സംസ്കാരം ഉണ്ടായേ തീരൂ. അത് വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല, കാൽനട യാത്രക്കാർക്കും സൈക്കിളിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഈ റോഡ് സുരക്ഷയെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായേ തീരൂ. എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അപകടരഹിതമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മുടെ ധൃതി എന്നുള്ളൊരു കാര്യം മാറ്റിവെക്കുക, അക്ഷമ അത് മാറ്റിവെക്കുക. അമിത വേഗത ഉണ്ടാകുന്നത് നിങ്ങളുടെ ധൃതിയിൽ നിന്നാണ്. നമ്മളെപ്പോലെ തന്നെ മറ്റ് വാഹന ഉപയോക്താക്കൾ, റോഡ് ഉപയോക്താക്കൾ ഇന്ന് റോഡിലുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. നമ്മളുടെ ധൃതിക്ക് എപ്പോഴും അവർ വകവെച്ചു വന്നൊന്നും വരില്ല. പലപ്പോഴും ദാരുണമായിട്ടുള്ള ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എതിരെ വരുന്ന വാഹനം അവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ആ വാഹനത്തിലേക്ക് ഇടിച്ച് ആണ് ഇത്രമാത്രം ദാരുണമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അമിത വേഗതയിൽ ഈ വളവുകളിൽ അന്ധമായിട്ട് ഓവർടേക്ക് ചെയ്ത് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ദാരുണമായിട്ടുള്ള അപകടങ്ങൾ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ധൃതി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഡിം ചെയ്യാനായിട്ടുള്ളൊരു മര്യാദ നിങ്ങൾ കാണിക്കുക. ഒരാൾ ഒന്ന് ഡിം ചെയ്ത് കാണിച്ചാൽ പോലും വീണ്ടും ഈ അമിത പ്രകാശം അത് നമ്മുടെ മുഖത്തേക്ക് അത് അടിച്ചുകൊണ്ട് അത് ചെയ്യാവുന്ന ആളുകൾ, ഇത്രയും മര്യാദയില്ലാത്ത ഡ്രൈവർമാർ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ രാത്രി കാലങ്ങളുണ്ടാകുന്ന ഈ അപകടങ്ങൾക്ക് മുഖ്യ കാരണം ഇതുപോലെ നമ്മൾ ലൈറ്റ് ഡിം ചെയ്യാത്തതാണ്. നമ്മൾ എന്നാണ് ഇനി ഇതെല്ലാം പഠിക്കുക? നമുക്ക് എന്നാണ് ഒരു നല്ല റോഡ് സംസ്കാരം ഉണ്ടാവുക?